ബെത്ലഹേമിലേക്കുള്ള യാത്രയുടെ 14-ാം ദിവസം ക്രിസ്തുമസിൻ്റെ ത്യാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഓ ഹെൻറിയുടെ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്, അവസാനത്തെ ഇല. ന്യൂയോർക്കിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ഫ്ലാറ്റിലെ കുടിസുമുറിയിൽ കഴിയുന്ന ചിത്രകാരികളായ 2 പെൺകുട്ടികളുടെ കഥയാണത്. അക്കുറി ശൈത്യം അതികഠിനമായിരുന്നു. ചുറ്റും ന്യൂമോണിയ പടർന്നു പിടിക്കുന്നു. ഒരുപാട് പേർ ഗുരുതരാവസ്ഥയിലായി. പലരും മരണത്തിന് കീഴ്പ്പെടുന്നു. ചിത്രകാരികളിൽ ഒരാളായ ജോൺസിക്കും ന്യൂമോണിയ പിടിപെട്ടു. പ്രത്യാശയ്ക്ക് വകയില്ല. ഇനി ജീവിച്ചിരിക്കാൻ അദമ്യമായ ആഗ്രഹവും ആശയും അവൾക്കുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് കൂട്ടുകാരി സ്യൂവിനോട് ഡോക്ടർ പറഞ്ഞു. ജോൺസിയെ പ്രത്യാശയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സ്യൂ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് ജോൺസി പുറത്തേക്ക് കണ്ണും നട്ട് എന്തോ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. ജനാലയ്ക്ക് പുറത്തെ മതിലിൽ പറ്റിപ്പിടിച്ചു വളരുന്ന പാതി ഉണങ്ങിയ ഐവി വള്ളിച്ചെടിയിൽ നോക്കിയാണ് ജോൺസി എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 12, 11, 10, പിന്നെ പോകെ 6, 5, 4. അതിലെ ഇലകൾ ഓരോന്നായി കൊഴിയുന്നത് അവൾ കൃത്യമായി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. ഇനി അതിൽ 3 ഇലകൾ കൂടിയേ ഉള്ളൂ. അതിലെ അവസാനത്തെ ഇല കൊഴിയുമ്പോഴേക്കും എൻ്റെ ജീവിതവും അവസാനിച്ചിരിക്കും, ജോൺസി പറഞ്ഞു. അവളുടെ അബദ്ധധാരണയെ തിരുത്തുവാൻ, വ്യർത്ഥമായ സങ്കല്പത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ സ്യൂ ശ്രമിച്ചു. ജോൺസിക്ക് നല്ല ഭക്ഷണവും മരുന്നും ലഭ്യമാക്കാനുള്ള പണം കണ്ടെത്താനായി അവൾക്ക് ഒരു ചിത്രം പൂർത്തിയാക്കണം. അതിനായി അവൾക്കൊരു മോഡലിനെ വേണം. താഴത്തെ നിലയിൽ താമസിക്കുന്ന വൃദ്ധനായ ചിത്രകാരനെ സമീപിച്ചു. അയാൾ പരാജിതനായ ഒരു കലാകാരനാണ്. ഇതുവരെ വരയ്ക്കാത്ത തൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കാൻ വ്രത ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാവം വൃദ്ധൻ. സ്യൂ താഴെ ചെന്ന് അയാളെ വിളിച്ചു. ജോൺസിയുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ചും വള്ളിച്ചെടിയിലെ ഇലകളെക്കുറിച്ചുമുള്ള അവളുടെ ഒബ്സഷനുകളെക്കുറിച്ചും അവൾ അയാളോട് പറഞ്ഞു. അവരൊരുമിച്ച് മുകളിലത്തെ മുറിയിലെത്തി അയാളെ മോഡലാക്കി സ്യൂ ചിത്രം പൂർത്തിയാക്കി. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ജോൺസി പറഞ്ഞു, ഇനി ആ അവസാനത്തെ ഇല മാത്രമേ ഉള്ളൂ. അത് ഈ രാത്രി കൊഴിഞ്ഞു വീഴും. ആ രാത്രി അതിഭീകരമായ കാറ്റും മഞ്ഞുവീഴ്ചയുമായിരുന്നു. പിറ്റേന്ന് രാവിലെ ക്ഷീണിതമായ കണ്ണുകൾ തുറന്ന് ജോൺസി ആദ്യം നോക്കിയത് ആ ഇല അവിടെയുണ്ടോ എന്നാണ്. അവൾ അത്ഭുതപ്പെട്ടു. ഇത്ര കഠിനമായ കാറ്റും മഞ്ഞുവീഴ്ചയും അതിജീവിച്ച് ആ ഇല അവിടെ തന്നെയുണ്ട്. അന്ന് രാത്രിയിലും പിറ്റേന്ന് രാവിലെയും അത് അങ്ങനെ തന്നെ നിന്നു. അത് ജോൺസിയുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷ നിറച്ചു. അവൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ സ്യൂ ജോൺസിയോട് പറഞ്ഞു, താഴെയുള്ള വയോധികനായ ചിത്രകാരൻ മരിച്ചു, ന്യൂമോണിയ ബാധിച്ച്. ആ രാത്രി കൊടും തണുപ്പിൽ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും വകവയ്ക്കാതെ അയാൾ പുറത്തുനിന്ന് മതിലിൽ ആ ഇലകൾ വരയ്ക്കുകയായിരുന്നു. ഒരിക്കലും കൊഴിയാത്ത അവസാനത്തെ ഇല. അയാൾ വരയ്ക്കാൻ കൊതിച്ചിരുന്ന അയാളുടെ മാസ്റ്റർ പീസ്. കലയുടെ അനശ്വരതയെക്കുറിച്ചും സൗഹൃദത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ആത്മസമർപ്പണത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ കഥ നമ്മോട് സംസാരിക്കുന്നത്. ദൈവം മനുഷ്യകുലത്തിനായി വരച്ച അവസാനത്തെ ഇല, ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ്, അതായിരുന്നു തൻ്റെ തിരുക്കുമാരൻ്റെ മനുഷ്യാവതാരം. അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പിൽ നിന്നുകൊണ്ട് ആ ഇല വരച്ച വൃദ്ധകലാകാരനെ പോലെ സ്വന്തം ജീവൻ മറന്ന് ക്രിസ്തുവും നമുക്ക് വേണ്ടി ചിത്രം വരയ്ക്കുന്നുണ്ട്. പ്രിയരെ, മറ്റുള്ളവർക്കായി പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഇലകൾ വരയ്ക്കുമ്പോൾ നമ്മുടെ യാത്ര ബെത്ലഹേമിൽ എത്തുക തന്നെ ചെയ്യും, തീർച്ച.